പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ ഭീകരമായിരിക്കും. ഇന്ത്യൻ സേന അടിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ കാണുന്നു അതിനെ? സൈന്യം അടി തുടങ്ങി. ഇനി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയുമെന്ന് തോന്നുന്നില്ല. വിറച്ച് എന്താ പറയുക, ഒരു തരിപ്പുണ്ടാവൂലേ? കാരണം ഈ എന്ത് സംഭവിക്കുമെന്നറിയാതെ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. പാക് പ്രധാനമന്ത്രി പറയുന്നു ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ അവര് ഉറപ്പിച്ചു ഇത് ചെയ്തത് ഞങ്ങളാണ് എന്നവര് പറഞ്ഞു. അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും ഇന്ത്യക്ക് ചെയ്യാം. ഇനി ആ കാര്യത്തിൽ ഇന്ത്യക്ക് ഒരു നിലപാട് അല്ലെങ്കിൽ പിന്മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ അത് മാത്രമല്ല, പാകിസ്ഥാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവർ നമ്മുടെ വീര പോരാളികളാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെയാണ് അവർ നമുക്ക് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സൈന്യം ഈ പൽഗ്രാമിൽ ആക്രമണം നടത്തിയ രണ്ട് ഭീകരവാദികളുടെ, അതായത് ആദിൽ ഹുസൈൻ തോക്കർ എന്ന് പറയുകയും ആസിഫ് ഷെയ്ഖ് എന്ന് പറഞ്ഞ 2 പേരുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. വീടിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ചാണ് വീട് ഛിന്നഭിന്നമായതെന്നാണ് പറയുന്നത്. മാത്രമല്ല കരസേനാ മേധാവികൾ അടക്കം കശ്മീരിലേക്ക് പോകുന്നുണ്ട്. ഈ ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, അൽത്താൻ ലല്ലി, അയാളെ വധിച്ചു. ഈ പല സ്ഥലങ്ങളിൽ നിന്നും കമാൻഡർമാരെ മാറ്റുന്നതായി സൂചനയുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ കരുതിയിരിക്കുകയാണ്, ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവും. പക്ഷെ ആക്രമണം എങ്ങനെയായിരിക്കും? സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ കണ്ടു, അല്ലാത്ത രീതിയിലുള്ള ആഭ്യന്തരമായ ഈ കരാറുകൾ റദ്ദാക്കൽ, നയതന്ത്രപരമായ ബന്ധം വിച്ഛേദിക്കൽ, അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതൊന്നുമല്ല ഇന്ത്യ കൊടുക്കാൻ പോകുന്ന ഒരു തിരിച്ചടി എന്നുള്ളത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. സൈനിക തലത്തിൽ നിന്നല്ല, ഇതൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്, പൂരം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ABC ടോക്കിൽ സിൻസാറുമായിട്ട് ഒരു ടോക്ക് നടത്തിയത് സിൻസാർ പറഞ്ഞു ഇത്തവണത്തെ അടി എന്ന് പറയുന്നത് നാവികസേനയെ ഉപയോഗിച്ചായിരിക്കും. അത് ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം അവരുടെ നയതന്ത്രപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സൈനികപരമായ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ മോദി പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ വേറെ ചിലത് കൂടി വ്യാഖ്യാനിച്ചെടുക്കേണ്ടതുണ്ട്. ഭീകരർ എവിടം വരെ പോയാലും അവിടെ ചെന്ന് നമ്മൾ തിരിച്ചടിച്ചിരിക്കും. അവിടം വരെ ചെന്ന് അടിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ വിട്ട് ഇന്ത്യയുടെ സൈന്യത്തിന് പോകാൻ പരിമിതികളുണ്ട്. പക്ഷേ അജ്ഞാതന്മാർക്ക് അങ്ങനെയല്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പോയി ഭീകരവാദികളെ കൊല്ലാം. നമ്മൾ കാണുന്നുണ്ട്, അജ്ഞാതന്മാർ പാകിസ്ഥാനിലും കാനഡയിലും റഷ്യയിലും ഇറ്റലിയിലും അവിടെ ഇവിടെയൊക്കെ പോയി അജ്ഞാതന്മാരുടെ മരണത്തിൽ മരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ പൽഗ്രാമിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയ 29 പേരുടെ ജീവൻ എടുത്ത പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ച ഭീകരന്മാരെ അടക്കം കൊല്ലാൻ വരുന്ന അജ്ഞാതൻ ആരാണ്? അതിന്റെ ഒരു ഭയം ഇന്ത്യക്കുണ്ട്, പാകിസ്ഥാനുണ്ട്. അപ്പോ പാകിസ്ഥാൻ ആ ഭയത്തിൽ ഇങ്ങനെ നീറുകയാണ്. അതായത് കൊല്ലാൻ നിർത്തിയിരിക്കുകയാണ്. എന്ന് കൊല്ലുമെന്നറിയാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ ഒരു അവസ്ഥയാണ് ഇപ്പൊ പാകിസ്ഥാന്. കാരണം മരണം മാറേണ്ടി വന്നു കഴിഞ്ഞു, പക്ഷെ ആ മരണം എന്നാണ് എന്നുള്ളത് അറിയില്ല, വരും എന്നറിയാതെ ഇങ്ങനെ ഭയന്ന് അവിടെ ഭരണകൂടം ഇല്ലല്ലോ, സൈനിക മേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോ എല്ലാ സൈനിക മേധാവികളും എന്താ പറയുക, അടച്ചിട്ട റൂമുകളിൽ സുരക്ഷിതരായി ഇരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അടച്ചിട്ട റൂമുകളിൽ സുരക്ഷിതരായി ഇരിക്കുമ്പോഴും സുരക്ഷിതമായി ഇരിക്കുന്ന, നമുക്കറിയാം ഒരു ഭീകരവാദിയുടെ അസിസ്റ്റന്റിനെ കൊന്നത്, അയാൾ പോകുന്ന വാഹനത്തിൽ 2 വാഹനം അകമ്പടിയോടെ പോകുന്നു, ഇയാൾ നടുക്ക് 6-8 ബൈക്കുകൾ ഇയാളെ സംരക്ഷിക്കാൻ, അതിൻ്റെ ഇടയിൽ ചെന്ന് കൊന്നിട്ട് അക്രമി ബൈക്കും എടുത്തിട്ട് അജ്ഞാതൻ ഒരു ബൈക്കും എടുത്ത് പോകുന്നു. ആ അജ്ഞാതൻ ആരാണെന്ന് ഇന്നും പാകിസ്ഥാന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ അതുപോലെ അജ്ഞാതൻ എത്തുമോ അല്ലെങ്കിൽ വേഷം മാറി എത്തുമോ, ഏത് വിധത്തിലായിരിക്കും ഇവരുടെ ഇന്ത്യയുടെ ആക്രമണം എന്ന്? കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സൈനിക ശക്തിയൊക്കെ തീരെ ദുർബലമാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രാദേശികമായി പോലും അവർക്ക് സപ്പോർട്ടില്ല. കാരണം ഇത്തരത്തിൽ അവിടുത്തെ ഈ വെള്ളം കൂടി മുട്ടുന്നു, അതോടൊപ്പം തന്നെ വ്യാപാര കരാറെല്ലാം എടുത്ത് കളയുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് അവർക്ക് അന്നം കിട്ടാതാവും. അപ്പോൾ തമ്മിലും അടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലും വംശീയമായും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക കൂടുകയും അത് അവർ തമ്മിലുള്ള പ്രാദേശിക വിഷയങ്ങൾക്കിടയാകും. അപ്പോൾ അവർ പറയും ഇത്തരത്തിൽ ഇന്ത്യയെ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ഭരണകൂടത്തെ അല്ലെങ്കിൽ സ്വന്തം അധികാരികളെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് അവിടുത്തെ ജനത മാറും. അത്തരത്തിലാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്.
കാരണം അവരെ തമ്മിൽ തന്നെ തെറ്റിക്കുക, അതിനുശേഷം ഒരു ആക്രമണം നടത്തുക, അതോടൊപ്പം തന്നെ അന്നവും വെള്ളവും ഒക്കെ മുട്ടുന്ന സാഹചര്യത്തിൽ, കാരണം അത്രയധികം ക്രൂരതയാണ് അവർ വന്ന് ചെയ്തത്. മതം നോക്കി അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു ക്രൂരമായ നടപടിയാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഈ വിലാപങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. കല്യാണം കഴിച്ച് കുറച്ച് ദിവസമായ ദമ്പതികൾ, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ കൊച്ചിയിൽ തന്നെ വ്യക്തി, ഇവരൊക്കെ മരിക്കുന്നു. അവർ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായി മാറുന്നത്. സ്വാഭാവികമായും അത്ര ക്രൂരതയാണ് ഇവർ ചെയ്തത്. ഒരു ദ്രോഹവും ചെയ്യാത്തവർക്ക് മേൽ ഇത്തരത്തിൽ കൊന്ന് മതം നോക്കി കൊല്ലുന്ന അത്ര ഭീകരമായ അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നിട്ട് പാകിസ്ഥാൻ അത് പിന്നീട് ഏറ്റെടുക്കുക, അതായത് ലഷ്കർ ഇ തോയ്ബ ആദ്യം അനുശോചിക്കുന്നു, കരയുന്നു, മുതലക്കണ്ണീർ ഒഴുക്കുന്നു, പിന്നീട് പറയുന്നു ഞങ്ങൾ തന്നെയാണെന്ന് പറയുന്നു. ഇത് ഒരു തരം വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. അതുമാത്രമല്ല, പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ മുഴുവൻ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങളിലും പോയി ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളും ഊഷ്മളമായ ആ ബന്ധങ്ങളുമൊക്കെ കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ ആഗോള തലത്തിലല്ലേ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പബ്ലിസിറ്റി, അതൊന്നും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ, അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നുമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ അവർ ഇനി നമ്മുടെ ഉത്തർപ്രദേശിൽ 28 കോടി ജനങ്ങളുണ്ട്. അതെ, കശ്മീർ പാകിസ്ഥാനിൽ 20 കോടി ജനങ്ങളേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ എല്ലാം കൂടി ഇറങ്ങി പാകിസ്ഥാനിലോട്ട് പോയാൽ പാകിസ്ഥാൻ അതോടുകൂടി തീരും എന്നുള്ളതാണ്. പിന്നെ അവന്മാർക്ക് രക്ഷയില്ല. അതുപോലെ നമുക്ക് ഏകദേശം 50 ലക്ഷത്തോളം എല്ലാ മേഖലയിലും കൂടി നമുക്ക് സൈനികരുണ്ട്. യുവന്മാർക്ക് 20 ലക്ഷമേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും നമുക്ക് മുന്നിലെത്താൻ യുവന്മാർ ഇനിയും കുറെ ഓടി തള്ളേണ്ടി വരും എന്നുള്ളതാണ്. ഓടിയിട്ട് കാര്യമില്ല. അതിനിടയ്ക്ക് നമ്മൾ ഇതിനെ തീർക്കും. കാരണം ഭീകരവാദത്തെ വളർത്തുന്നതും ഭീകരവാദികളെ കയറ്റിവിടുന്നതും നുഴഞ്ഞു കയറിവിടുന്ന മതം ചോദിച്ചു കൊല്ലുന്നത് വരെ അവസാനം ആ തരത്തിലേക്ക് വരെ ഇന്ത്യയെ വിഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്ന ഇവരെ പോലുള്ളവന്റെ രാജ്യമൊക്കെ വച്ചുകൊണ്ടിരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് സൈന്യമാണ്, സർക്കാരുകളല്ല. അത് സൈന്യമാണ്. കാരണം അവരാണ് ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവർ, അവരാണ് ഇന്ത്യൻ അതിർത്തികളിൽ കാവൽ നിൽക്കുന്നവർ. നമുക്ക് വേണ്ടി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല അവർ ജീവൻ വെടിയുന്നത്, ഓരോ ഇന്ത്യക്കാരന് വേണ്ടിയാണ് അവർ ജീവൻ വെടിയുന്നത്. അപ്പോ അവരാണ് തീരുമാനിക്കേണ്ടത് ഇനി ഈ രാജ്യം വേണമോ, ഇന്ത്യയെ നശിപ്പിക്കാനായി ഇതുപോലെ നുഴഞ്ഞു കയറാൻ ഏത് സമയത്തും വന്ന് ഒരു തോക്കും കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ കലിമ ചൊല്ലി ഇല്ല എന്നും പറഞ്ഞ്, സുന്നത്ത് നടത്തിയില്ല എന്നും പറഞ്ഞ്, മുസ്ലിം അല്ല എന്നും പറഞ്ഞുകൊണ്ട് അമുസ്ലിങ്ങളെ തീർക്കാൻ വേണ്ടി ഇവനൊക്കെ ഇനി നുഴഞ്ഞു കയറണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ്, ഇന്ത്യയിലെ സൈന്യമാണ്. അപ്പൊ സൈന്യം മൊത്തത്തിലൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെ പൊടി പോലും ബാക്കി വെച്ചേക്കില്ല എന്നുള്ളത്. അവിടുത്തെ സാധാരണക്കാരെ സൈന്യം തൊടില്ല. സൈന്യത്തിന് അറിയാം ആരെ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അവിടുത്തെ സൈനിക മേധാവികളെയും അവിടുത്തെ ഭരണകൂടത്തെയും നിലം പരിശാക്കാനും ഇവനെയൊന്നും പിന്നെ ഈ ലോകം കാണിക്കാത്ത തരത്തിലേക്ക് ഓടിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് അറിയാം എന്നുള്ളതാണ്. ഇനിയും കളിച്ചാൽ ഇനി അത് ആ രാജ്യത്തിന്റെ തന്നെ നാശത്തിലേക്ക് പോകും, അത് ഉറപ്പാണ്.